എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് എത്ര വലിയ പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, ഒരു കാര്യം ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണം ഒരു ദിനചര്യയായി ഒന്ന് സ്വീകരിക്കാമോ? ഈശോയുടെ തിരുരക്തവും തിരുശരീരവും ഭക്ഷിക്കുന്നത് ഒരു ദിനചര്യയാക്കി ഒന്ന് മാറ്റാമോ? ഏറ്റവും അടുത്ത് ഈശോയുടെ ശരീരവുമായി ഒന്ന് അടുത്ത് വരാമോ? ഇത് തിരിച്ചറിവില്ലാതെ പാപത്തോടെ ഭക്ഷിക്കുമ്പോൾ രോഗിയാവുകയും ബലഹീനനാവുകയും മരണത്തിന് വിധേയനാവുകയും ചെയ്യുമെന്നാണ് പൗലോസ് പറയുന്നത്. ഇത് യോഗ്യതയോടെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കുംഭസാരത്തിലൂടെ പുണ്യം സ്വീകരിച്ച് ചെയ്യുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കണ്ടേ? എന്താണ് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്? ബലഹീനനായവൻ ഇനി എന്ത് സംഭവിക്കണം? അവന്റെ ബലഹീനത മാറണം. മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നവൻ എന്ത് സംഭവിക്കണം? മരണം മാറി ജീവനിലേക്ക് വരണം. രോഗിയായിരിക്കുന്നവൻ എന്ത് ചെയ്യണം? സൗഖ്യം ഉണ്ടാകണം. വിശുദ്ധ കുർബാനയിലൂടെ സൗഖ്യം നടക്കുമെന്നും വിശുദ്ധ കുർബാനയിലൂടെ ബലഹീനത മാറുമെന്നും മരണം മാറിപ്പോകുമെന്നും വിശ്വസിക്കുന്ന ഏക സഭ പരിശുദ്ധ കത്തോലിക്ക സഭയാണ്.